മെസ്സേജുകളൊന്നും വന്നില്ലല്ലോ. ദേ അനന്യ വാട്സാപ്പിൽ മെസ്സേജ് അയച്ചിരിക്കുന്നു. അനന്യ വീണ്ടും തെലുങ്കിൽ അഭിനയിക്കാൻ പോകുന്നു. ആ എന്നാണ് ചിത്രത്തിന്റെ പേര്. പക്ഷേ തനിക്ക് തെലുങ്ക് അറിയില്ല, അതുകൊണ്ട് തന്നെ തനിക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിക്കണമെന്ന് അനന്യ പറയുന്നുണ്ട്. തെലുങ്ക് പറയുമ്പോൾ നാക്കുളുക്കാതിരിക്കാൻ വേണ്ടി എല്ലാവരും അനന്യക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. ഉണ്ണി മൂന്നന് അപകടം വന്നോ? കുറച്ച് തണ്ടും തടി ഉണ്ടെന്ന് കരുതി ഉണ്ണി മൂന്നന് ഇങ്ങനെയൊന്നും നീ പറയരുത്. കൊച്ചമ്മ എന്തോ നീ പറയുന്നത്? ഞാൻ എന്തോ നീ കേക്കുന്നേ? എന്തോ നീ പറയുന്നത്? കൊച്ചമ്മ എന്തുവാ ഈ കേക്കുന്നേ? ഞാൻ എന്താ പറഞ്ഞെന്നറിയാവോ? നീ ഇപ്പൊ പറഞ്ഞ എന്താന്ന് ഞാൻ പറയട്ടെ. ഉണ്ണി മുകുന്ദൻ അപകടകാരിയാണെന്ന്. അയ്യോ അങ്ങനല്ല കൊച്ചമ്മേ. ഉണ്ണി മുകുന്ദൻ സ്റ്റൈൽ എന്ന് പറഞ്ഞ ഒരു സിനിമയിൽ അഭിനയിക്കുമായിരുന്നു. അത് നമ്മുടെ കൊല്ലത്തെ തങ്കശ്ശേരി പാലയില്ലയോ, അവിടെ ആയിരുന്നു ഷൂട്ടിങ്. അപ്പൊ ബൈക്കിൽ ഇങ്ങനെ പോയപ്പോ ഒരു വണ്ടിയെ ഫോളോ ചെയ്യുന്നതായിരുന്നു സീന്. ആ ബൈക്കിൽ നിന്ന് ഉരുണ്ട് വീണ് അപകടം പറ്റിയോ കൊച്ചമ്മേ? അയ്യോ ഉണ്ണി മുകുന്ദൻ അപകടം പറ്റിയെന്നോ? ഫോട്ടോ നോക്ക്. അയ്യോടാ, ജീവനെ തലനാടിടയ്ക്കാ കൊച്ചമ്മ രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ ജീവൻ വരെ പോയേനെ. ഭാഗ്യം എന്റെ ഉണ്ണി മുകുന്ദന് ആയുസിന് ബലമുണ്ട്. എന്റെ പ്രാർത്ഥനയുടെ ഫലമാണ്. എന്താ? പിന്നെ തങ്കു, ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മൾ 200 എപ്പിസോഡ് കഴിഞ്ഞല്ലോ. ഇപ്പൊ സിനിമക്കാര് മൊത്തം നമ്മുടെ ഫാൻസ് ആയിരിക്കുക. ദിവസവും മെസ്സേജുകളുടെ ഘോഷയാത്രയാ. അല്ല കൊച്ചമ്മ, ഞാൻ വന്നപ്പോഴേ കൊച്ചമ്മ മൊബൈലിനകത്ത് എന്തൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുവായിരുന്നല്ലോ. അതെ, വാട്സാപ്പിൽ ഇങ്ങനെ മെസ്സേജുകൾ ഇങ്ങനെ വന്നോണ്ടിരിക്കുക. വേറൊന്നും വന്നിട്ടില്ല. നമുക്കിനി ഫേസ്ബുക്ക് വല്ലതും നോക്കാം. ദേ ആഷിഖ് അബു ഒരു സത്യം കൂടി പറഞ്ഞിരിക്കുന്നു ഫേസ്ബുക്കില്. പുള്ളി എപ്പോഴും സത്യം പറയുന്നത്. ഇനി മതി സാറന്മാരെ, തഴമ്പിന്റെ കാലം കഴിഞ്ഞു പോയി. ആഷിഖ് അബു പറഞ്ഞ ഈ സാറ് ഏതാണെന്നും എന്താണ് പറഞ്ഞതെന്നും നിനക്ക് മനസ്സിലായോ? അതൊക്കെ എനിക്ക് മനസ്സിലായി. ഈ പറഞ്ഞ സാർ ഇപ്പൊ വീട്ടിൽ കുത്തി ഇരിപ്പല്ലയോ? അതെ അതെ, ഇത്ര നാണം കേടേണ്ട വല്ല കാര്യമുണ്ടോ അല്ലേ പുള്ളിക്ക്? പിന്നെ കൊച്ചമ്മേ, ഈ ആഷിഖ് അബു ഒക്കെ എന്തോന്ന് സത്യം പറഞ്ഞേക്കുന്നത്? ഇതിലും വലിയ സത്യമല്ലേ നമ്മുടെ റിമ കല്ലിങ്ങൽ പറഞ്ഞിരിക്കുന്നത്. ആണോ? എന്ത് സത്യം? ഞാനൊരു മദ്യപാനിയാണെന്ന്. എടാ തങ്കു, നിനക്ക് എപ്പോഴാ ഈ ശീലമൊക്കെ തുടങ്ങിയത്? എന്തോന്ന് മദ്യപാനം? അയ്യോ ഞാനല്ല, റിമ കല്ലിങ്ങൽ മദ്യപാനിയാണെന്ന്. ആണോ? റിമ തന്നെ പറഞ്ഞതാ. ജമാലു, ഈ തങ്കു പറഞ്ഞതിൽ എന്തെങ്കിലും സത്യം ഉണ്ടോ? എന്റെ അമ്മച്ചാണ്, ഞാനല്ല പറഞ്ഞേ, റിമയാ പറഞ്ഞത്. ജമാലു, മലയാള നായികാ നടിമാരിലെ ആൺകുട്ടി എന്നറിയപ്പെടുന്ന താരമാണ് നമ്മുടെ റിമ കല്ലിങ്കൽ. ഒരാണിനേക്കാൾ തന്റെ ഇടവും ചങ്കൂറ്റവും ധൈര്യവും തനിക്കുണ്ടെന്ന് പലപ്പോഴും തന്റെ അഭിപ്രായ പ്രകടനങ്ങളിലൂടെ തെളിയിച്ചിട്ടുള്ള താരമാണ് നമ്മുടെ റിമക്കുട്ടി. ഒരാൾ എന്ത് കഴിക്കണം, ഏത് പുസ്തകം വായിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഒരു പാർട്ടി അല്ലെന്നും ഇന്ത്യയിൽ അടിയന്തരാവസ്ഥയ്ക്ക് സമാനമായ ഒരു സാഹചര്യമാണ് നിലവിലുള്ളത് എന്നും കഴിഞ്ഞ ദിവസം റിമ പറഞ്ഞിരുന്നു. ഇങ്ങനെ സത്യങ്ങൾ പറയുന്ന ശീലം റിമയെ ഇപ്പോൾ വെട്ടിലാക്കിയിരിക്കുകയാണ്. കാര്യം എന്താണെന്നല്ലേ? രഹസ്യമായി ഈ ജമാലു പറഞ്ഞു തരാം. താൻ നന്നായി മദ്യപിക്കാറുണ്ടെന്ന് ഒരു പൊതു സദസ്സിൽ വെച്ച് റിമ കല്ലിങ്കൽ തുറന്നു പറഞ്ഞു. ഇതിന് സാക്ഷിയായി ഈ ജമാലുവും മഞ്ജു വാര്യരും പിന്നെ കേരളത്തിലെ കുറച്ചു ഹാസ്യ താരങ്ങളും ഉണ്ടായിരുന്നു. റിമയുടെ ഭർത്താവായ ആഷിഖ് അബു സംവിധാനം ചെയ്ത റാണി പത്മിനി എന്ന ചിത്രത്തിന്റെ പ്രമോഷൻ പ്രോഗ്രാമിൽ വെച്ചാണ് റിമ ഈ സത്യം വേളിച്ചു പറഞ്ഞത്. ശ്യാമപ്രസാദ് സംവിധാനം ചെയ്ത ഋതു എന്ന ചിത്രത്തിലെ മദ്യപിക്കുന്ന കഥാപാത്രമായി എങ്ങനെ കൃത്യമായി അഭിനയിച്ചു? ഈ വേഷം ചെയ്യുന്നതിന് എന്തെങ്കിലും തയ്യാറെടുപ്പുകൾ വേണ്ടി വന്നിരുന്നുവോ? ഈ ചോദ്യത്തിന് റിമയുടെ മറുപടി ഇങ്ങനെയായിരുന്നു: താൻ ജീവിതത്തിലും മദ്യപിക്കാറുള്ളതിനാൽ പ്രത്യേകിച്ച് തയ്യാറെടുപ്പുകളൊന്നും വേണ്ടി വന്നില്ല. റിമയുടെ തുറന്നടിച്ചുള്ള മറുപടി കേട്ട് ചോദ്യകർത്താവ് ഒന്നൊന്നര അമ്പരപ്പായി പോയി. അപ്പോൾ റിമ ആണയിട്ട് പറഞ്ഞു, ഞാൻ മദ്യപിക്കും, ഇത് സത്യം സത്യം സത്യം. ബാംഗ്ലൂരിൽ പഠിച്ചു വളർന്ന റിമ സ്റ്റേജ് പ്രോഗ്രാമുകളിലൂടെയാണ് സിനിമയിൽ വന്നത്. ഈ ജമാലുവിന് ഒരു സംശയം,
ഈ സത്യം ചെയ്യുന്ന സമയത്ത് രമ ചേച്ചി എത്ര പെഗ് മദ്യം കഴിച്ചിരുന്നു? ഏതാണ് ബ്രാൻഡ്? മറ്റൊന്നിനും വേണ്ടിയല്ല കേട്ടോ. ഇനിയും സത്യം പറയാൻ മടിക്കുന്ന ചില കോഴക്കാരെ മണി അടിക്കാൻ വേണ്ടിയാണ്. ഈ ബ്രാൻഡ് മദ്യം കൊടുത്താൽ ചിലപ്പോൾ സത്യങ്ങൾ ഇതുപോലെ ആണയിട്ട് പറഞ്ഞാലോ? നല്ല ചക്ക ചക്ക. നമസ്കാരം. നമസ്കാരം. ആരാ? ഞാൻ ക്യാമറാമാൻ പോപ്പി. ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാനൊരു സിനിമ ചെയ്യാൻ പോവാണ്. പക്ഷേ അതിനു മുമ്പ് ഇവിടെ വരുമ്പോ ഇങ്ങനൊന്നും അല്ല പറയേണ്ടത് അല്ലേ? ഞങ്ങൾക്ക് കുറച്ച് ലഡുവും ജിലേബിയും പിന്നെ ഒരു ദക്ഷിണയൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പറയണം. ഈ ജിലേബി എന്ന് പറയുന്നത് അനുഷ്ക കേക്കണ്ട. അതെന്താ ചീത്തയാണോ? അയ്യോ, ചീത്ത ആയതുകൊണ്ടല്ല. ഈ അനുഷ്കയെ കുറിച്ച് കഴിഞ്ഞ ദിവസം ഒരാൾ പറയുകയാണേ, ആരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹോട്ട് ജിലേബിയാണ് അനുഷ്കയെന്ന്. അനുഷ്കയുടെ ഒരു ഭാഗ്യം. ജമാലു, ഈ കേട്ടതൊക്കെ ശരിയാണോ? ജമാലു പറയാൻ പോകുന്നത് അനുഷ്ക ഷെട്ടിയെ കുറിച്ചാണ്. ബാഹുബലി, രുദ്രമ്മാദേവി, സൈസ് 0 എന്നീ ചിത്രങ്ങളിലൂടെ നമുക്ക് സുപരിചിതയായ താരമാണ് അനുഷ്ക ഷെട്ടി. ഈ വാക്കുകൾ പറയാൻ തുടങ്ങുമ്പോഴേക്കും ഈ ജമാലുവിന് നാണം വരുന്നു. എന്നാലും ജമാലു പറഞ്ഞല്ലേ തീരൂ. ആരും കഴിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു ഹോട്ട് ജിലേബിയാണ് അനുഷ്ക. ആരും കൊതിക്കുന്ന ഒരു ജിലേബി. അനുഷ്കയെ കുറിച്ച് ഇങ്ങനെ തുറന്നു പറയുവാൻ ജമാലുവിന് നാണമില്ലേ എന്ന് ചോദിക്കാൻ വരട്ടെ. ഇത് ജമാലു പറഞ്ഞതല്ല. ആര്യയും അനുഷ്കയും പ്രധാന വേഷത്തിൽ അഭിനയിച്ച സൈസ് 0 എന്ന ചിത്രത്തിന്റെ ഓഡിയോ ലോഞ്ചിൽ വെച്ച് തെലുങ്ക് കൊമേഡിയൻ അലിയാണ് ഇത് പറഞ്ഞത്. അനുഷ്ക ഷെട്ടി ആരും കൊതിക്കുന്ന ഹോട്ട് ജിലേബിയാണെന്നും മറ്റു താരങ്ങളെക്കാൾ സൗന്ദര്യം അനുഷ്കയ്ക്കുണ്ടെന്നും ബില്ല എന്ന അജിത് ചിത്രം മുതൽ താൻ ഈ ജിലേബിയുടെ കടുത്ത ആരാധകനാണെന്നും അലി ഈ ജമാലുവിനോട് മനസ്സ് തുറന്നു. അലിയെ പറഞ്ഞിട്ട് കാര്യമില്ല. സൈസ് 0 എന്ന ചിത്രത്തിന്റെ ഈ ടീസർ ഒന്ന് കണ്ടു നോക്കിയേ. എന്തായാലും അലിയുടെ ഈ ജിലേബി പരാമർശം ഇപ്പോൾ വൻ വിവാദമായിരിക്കുകയാണ്. അനുഷ്ക ജിലേബി മാത്രമല്ല, ലഡു, മൈസൂർ പാർക്ക്, രസഗുള, ഹൽവ എന്ന് തുടങ്ങി ലോകത്തുള്ള മുഴുവൻ സ്വീറ്റുമാണ് എന്നും പറഞ്ഞ് അനുഷ്ക ഫാൻസ് രംഗത്ത് വന്നു. ഇനി ഈ ജിലേബി വിവാദം ഒഴുക്കുമെന്നുറപ്പ്. കാരണം സത്യം പറയുമ്പോഴൊക്കെ ആരാധകർ ഇടയുമെന്നും തല്ലിക്കൊല്ലാൻ വരുമെന്നും ഈ ജമാലുവിന് സ്വന്തം അനുഭവത്തിൽ നിന്നും അറിയാം. എന്നാലും അലിയോട് ജമാലു ഒന്ന് പറയട്ടെ, സത്യം പറയുന്നതിൽ തെറ്റില്ല. പക്ഷേ ഒരു സ്ത്രീയെ കുറിച്ച് ഇത്തരം മനോവിചാരം ഉണ്ടായാലും അത് പുറത്തു പറയാതിരിക്കുന്നതല്ലേ മിസ്റ്റർ അലി നല്ലത്? ചേട്ടാ ഇങ്ങോട്ട് നോക്കി, കോപ്പി ഇങ്ങോട്ട് നോക്കി. അയ്യേ, ഇതെന്തീ കാണിക്കണേ? ഇത് ശൃംഗാരം. എന്നോടാ? അല്ല, ഞാൻ നവരസങ്ങൾ കാണിക്കുവാ. ഞാൻ ബീബൽസം കാണിക്കാം. ഞാൻ കരുണം കാണിക്കട്ടെ? അങ്ങനെയാണ് ഞാൻ ശാന്തം കാണിക്കാം. ഞാൻ ഭയാനകം കാണിക്കട്ടെ? ഇതിലും ഭേദം എന്റെ സിനിമേനെ വിമർശിച്ച് എന്നെ അങ്ങോട്ട് കൊല്ലായിരുന്നു. എന്താ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അല്ല, ഞങ്ങളുടെ അഭിനയം എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ട്. നിങ്ങൾ ഈ സ്കൂൾ ഡ്രാമയിലൊക്കെ പഠിച്ചാണോ? ഇതൊക്കെ ഇൻബോൺ ടാലന്റ് ആണ്. എന്റെ ഇൻബോൺ ടാലന്റ്. അതെ, ഈ വട്ടൊക്കെ എല്ലിന്റെ ഇട കുത്തുമ്പോഴോ ഉണ്ടാവുന്ന ഒരു അസുഖം. അതെ. തങ്കു, ആന വെച്ച അതിന്റെ അർത്ഥം അങ്ങനെ മോളെന്ന് വെച്ചാ എല്ലെന്നാ മിണ്ടാതിരി. അർത്ഥം ഞാൻ പിന്നെ പറഞ്ഞുതരാം. പിന്നെ എനിക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാനുണ്ട്. നിങ്ങളുടെ സിനിമയിൽ 2 നായികമാരുണ്ടായിരിക്കണം. അത് ഒന്ന് കൊച്ചമ്മയും ഒന്ന് ഞാൻ ചെയ്യും.
പിന്നെ എന്റെ ഡേറ്റും കൊച്ചമ്മയുടെ ഡേറ്റും കൂടെ നോക്കി എല്ലാം ഒത്തു വരുന്ന ദിവസങ്ങളിൽ മാത്രമായിരിക്കണം ഷൂട്ട്. വേലക്കാരിയാന്ന് വിചാരിച്ചാൽ എനിക്ക് ഡേറ്റ് ഒക്കെ വേണം, പിന്നെ കൊച്ചമ്മയ്ക്കും വേണം കുറച്ച് ഡേറ്റ്. ഞങ്ങൾ രണ്ടുപേരുടെ ഡേറ്റ് ഒത്തു കിട്ടുന്ന ദിവസം മാത്രമേ ഷൂട്ട് വെക്കാവൂ. ആണല്ലേ? ഞാനൊന്ന് കൂലങ്കുഷമായി ആലോചിക്കട്ടെ. അല്ല, ആലോചിക്കട്ടെ എന്ന് പറഞ്ഞ ആരാ പടത്തിലെ ഹീറോ? ഹീറോ എന്ന് വെച്ചാലേ നമുക്ക് പറ്റുന്ന പയ്യന്മാരും വല്ലതും വേണേ. അതെ, ആണല്ലേ? ഈ ജയസൂര്യ മതിയാവോ? ജയസൂര്യ കുഴപ്പമില്ല, പക്ഷേ ജയസൂര്യ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും വെറൈറ്റി ഉണ്ടായിരിക്കണം. വെറൈറ്റി കഥയിൽ വെറൈറ്റി വേണം. കഥയിൽ വെറൈറ്റി അല്ല, വെറൈറ്റി എന്ന് വെച്ചപ്പോ എന്ത് വേണം? അതായത് ഏതെങ്കിലും ഒരു തരത്തില് വികലാംഗനായിരിക്കണം. ആണോ? അങ്ങനെയുണ്ടോ? പിന്നെ അങ്ങനൊക്കെ ഉണ്ട്. ജയസൂര്യ ആദ്യമായിട്ട് അഭിനയിച്ച സിനിമ ഊമപ്പയ്യൻ ഉരിയാട പയ്യൻ, ഊമ പെണ്ണിന് ഉരിയാട പയ്യൻ, തെറ്റിപ്പോയതാട്ടോ. ആ ഒരു സിനിമ ആയിരുന്നല്ലോ. അതിനകത്ത് മൂകനും ബദിരനുമായിട്ടല്ലേ ജയസൂര്യ അഭിനയിച്ചത്. പിന്നെ ബ്യൂട്ടിഫുൾ എന്ന് പറഞ്ഞ സിനിമക്കകത്ത് മൊത്തം തളർന്നു കിടന്ന ആളായിട്ടല്ലേ അഭിനയിച്ചത്. പിന്നൊരു സിനിമയിൽ അന്ധനായിട്ട് അഭിനയിച്ചു, ഹാപ്പി ജേർണി. അത് മാത്രല്ല, മാറാരോഗിയായിട്ട് ഒരു സിനിമയിൽ അഭിനയിച്ചില്ലേ, ഇങ്ങനെ കവിളൊക്കെ ഒട്ടി കാറ്റടിച്ച പറന്നു പോകുന്ന പോലെ ആയില്ലേ ഇതിങ്ങനെ. അത് അപ്പം പത്തിരിയും. അതന്നെ, അപ്പം പത്തിരി. അപ്പവും പത്തിരിയും അല്ല, അപ്പോത്തിക്കിരി. അതന്നെ, അങ്ങനെ ആയിരുന്നു അതിന്റെ പേര്. പിന്നെ ഇപ്പൊ വിക്കനായിട്ട് അഭിനയിച്ചിരുന്നു. എന്താ വെച്ചാ പറ. അതന്നെ, വിക്കനായിട്ട് നിങ്ങൾ പറഞ്ഞതൊക്കെ ശരിയാണ് കേട്ടോ. ജയസൂര്യന് നോക്കാൻ കിട്ടിയില്ലെങ്കിൽ പിന്നെ വേറെ. അങ്ങനെയാണെങ്കിലേ വീട്ടില് വെറുതെ ഇരിക്കുന്ന ഒരാളുണ്ട്, സുരേഷ് ഗോപി ചേട്ടൻ. വേണ്ട 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 വേണ്ട, ചീട്ട് കളിച്ച് കാശ് കളയാൻ എന്റെ കയ്യിലില്ല. അതെന്താ അങ്ങനെ? സുരേഷ് ഗോപി ചേട്ടനെ പറ്റി വെറുതെ അപവാദം ഒന്നും പറഞ്ഞുണ്ടാക്കരുത്. കയ്യിലുണ്ട് പോരട്ടെ. അതെ, ഞാൻ അങ്ങനെ അപവാദം പറയുന്ന ആളൊന്നുമല്ല. ഞാൻ സത്യമായിട്ടുള്ള ഒരു കാര്യം പറഞ്ഞതാ. ആണോ? എന്താ പറ. ഈ സുരേഷ് ഗോപി ചേട്ടന് വീക്ക്നെസ് ഉണ്ട്. എന്താ? അയ്യോ, അതല്ല. അതായത് ചീട്ട് കളിക്കലാണ് പുള്ളിക്കാരന്റെ ഹോബി. ഈ ഷൂട്ടിങ്ങിന്റെ ഇടയിൽ ഒരു 5 സെക്കൻഡ് സമയം വരെ ഒഴിവ് കിട്ടിയ അപ്പൊ തന്നെ ചീട്ട് കളിയാണ്. മുന്നേ കണ്ട ആരെ വിളിച്ചും ചുറ്റുരുത്തി ചീട്ട് കളിപ്പിക്കും. അതല്ലേ പറഞ്ഞു വരുന്നത്. അത് പൈസക്കാണ് കളിക്കുക. സുരേഷ് ഗോപി ചേട്ടൻ അങ്ങാനും തോറ്റ് പൈസ പോയ അന്നത്തെ ഷൂട്ടിങ്ങിന്റെ കാര്യം തദൈവ. ആള് ഭയങ്കര ചൂടായിരിക്കും, ഷൂട്ടിംഗ് നടക്കില്ല. അതുകൊണ്ട് തന്നെ മലയാളത്തിലുള്ള പല നിർമ്മാതാക്കളും കൂടെയുള്ള കൂട്ടുകാരുടെ കയ്യിൽ പൈസ കൊടുത്തിട്ട് സുരേഷ് ഗോപി ചേട്ടന്റെ കൂടെ കളിക്കാനിരുത്തും. തോറ്റു കൊടുക്കാൻ പറയും. അങ്ങനെ ഈ പൈസയൊക്കെ സുരേഷ് ഗോപി ചേട്ടന് കിട്ടുന്ന ദിവസം ഉണ്ടല്ലോ, ആളെപ്പുരം ഒന്നൊന്നര അഭിനയാണ്. തീപ്പരി ഡയലോഗുകൾ ചിറ്റ് ടമാർ പട്ടാർ അഭിനയിച്ച അങ്ങോട്ട് തകർക്കില്ലേ. അല്ല, മറ്റേ അക്കാമ, എന്തോ അവരുടെ പേര്? അക്കാമ സ്റ്റാലിൻ. അതല്ല, അക്കാമ വർഗീസോ? അച്ചാമ്മ വർഗീസിന്റെ മുഖത്ത് നോക്കി പറയുന്ന ഡയലോഗ് ചീട്ട് കളിച്ചിട്ട് ഹാങ് ഓവറിൽ പറഞ്ഞായിരിക്കും. ശരിയാ. പിന്നെ ഇനി നിർമ്മാതാക്കൾക്ക് ആർക്കെങ്കിലും സുരേഷ് ഗോപി ചേട്ടനെ വെച്ച് പടം എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ ഐഡിയ കോപ്പി അടിക്കാവുന്നതാണ്. കോപ്പിയടിയുടെ കാര്യം പറഞ്ഞപ്പോഴാ കഴിഞ്ഞ ദിവസം ഞാൻ നാദിർഷയെ കണ്ടിരുന്നു. അപ്പൊ നാദിർഷ പറയാണ്, നാദിർഷയുടെ തേങ്ങാക്കൊലിയും മാങ്ങാത്തൊലിയും ഈ പേളി മാണി അടിച്ചു മാറ്റിന്ന്. അയ്യോ, ഈ നാദൃശക്കാരുടെ തേങ്ങാക്കൊലയും മാങ്ങാത്തൊലിയും ഒക്കെ ഈ പേളിമാണി എന്തോ ഇനാ അടിച്ചു മാറ്റിയത്. ഇക്കഴിഞ്ഞ ദിവസം ജമാലു നാദിർഷയെ കണ്ടിരുന്നു. വളരെ സന്തോഷത്തിലാണ് നാദിർഷ. പതിറ്റാണ്ടുകൾ നീണ്ട കലാജീവിതത്തിൽ ആദ്യമായി സംവിധാനം ചെയ്ത അമർ അക്ബർ ആന്റണി എന്ന ചിത്രം സൂപ്പർ ഹിറ്റായി പ്രേക്ഷകരെ പൊട്ടിച്ചിരിപ്പിച്ച് വളരെ ഗംഭീരമായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിന്റെ സന്തോഷത്തിലാണ് നാദിർഷ ജമാലുവിന് ഒരു സൽക്കാരം ഒരുക്കിയത്. സൽക്കാരത്തിനിടയിൽ വിഷമത്തോടെ ഒരു സത്യം നാദിർഷ പറഞ്ഞു. നടൻ ദിലീപുമൊത്ത് നിരവധി പാരഡി ഗാനങ്ങളും കാസറ്റുകളും ഇറക്കിയിട്ടുള്ള ആളാണ് നാദിർഷ. തേ മാവേലി കൊമ്പത്ത്, ഓണത്തിനിടയ്ക്ക് പൊട്ട് കച്ചവടം എന്നിവയെല്ലാം വൻപിച്ച വിജയമായിരുന്നു. നിരവധി സിനിമകളിലും നാദിർഷ ഗാനരചനയും ആ ഗാനത്തിന് സംഗീതവും നൽകിയിട്ടുണ്ട്. കാവ്യാത്മകതയില്ലാതെ തന്നെ പ്രേക്ഷകനെ ചിന്തിപ്പിക്കാനും ചിരിപ്പിക്കാനും നാദിർഷയുടെ പാരഡി ഗാനങ്ങൾക്ക് കഴിഞ്ഞിട്ടുമുണ്ട്. 1 വർഷം മുമ്പ് അമർ അക്ബർ ആന്റണി എന്ന ചിത്രത്തിന് വേണ്ടി പ്രേമമെന്നാലെന്താണു പെണ്ണേ എന്ന ഗാനം നാദിർഷ എഴുതി.
അത് പലരെയും കേൾപ്പിച്ചു. മാങ്ങാത്തൊലിയും തേങ്ങാക്കുലയും വരുന്ന ഒരു വരി അതിനകത്തുണ്ടായിരുന്നു. നാദിർഷ പറയുന്നത് നാദിർഷയുടെ മാങ്ങാത്തൊലിയും തേങ്ങാക്കുലയും തന്റെ കയ്യിൽ നിന്നും ചില തൽപര കക്ഷികൾ മോഷ്ടിച്ചതാണ്. പേളിമാണിയും ഗോവിന്ദ് പത്മസൂര്യ എന്ന ജിപിയും മലയാളികളെ വെറുപ്പിക്കാൻ വേണ്ടി ചെയ്ത ഈ സോങ്ങിന്റെ യഥാർത്ഥ അവകാശി നാദിർഷയാണ്. സംവിധായകൻ ഷാഫി ദിലീപിനെ നായകനാക്കി ഒരുക്കുന്ന 2 കൺട്രീസ് എന്ന ചിത്രത്തിൽ നാദിർഷ ഒരു ഗാനം എഴുതി സംഗീതം നൽകിയത് ദിലീപ് പാടുന്നു. അതൊന്ന് പാടാമോ നാദിർഷ? ഈ ജമാല് ചോദിച്ചു. ഇല്ലില്ല, സിനിമ ഇറങ്ങിയിട്ട് ഇനി മുതൽ താൻ ഗാനം പാടും എന്ന് നാദിർഷ വെറുപ്പിക്കാതെ പറഞ്ഞു. ഈ മോഷണം ജമാലു കണ്ടെത്തിയത് ലോകത്തിന് മുമ്പിൽ പറഞ്ഞതിന്റെ പേരിൽ പേളിക്കും ജിപ്പിക്കും വിഷമമായോ? ആയാലും ഈ ജമാലുവിന് ഒരു തേങ്ങാകുലയില്ല, ഒരു മാങ്ങാത്തൊലിയില്ല.